അർജന്റീനയുടെ കൊച്ചിയിലെ മത്സരത്തിൽ സ്പോൺസറുമായി കരാറില്ലെന്ന വിശാല കൊച്ചി വികസന അതോറിറ്റി അഥവാ GCDAയുടെ വാദം പൊളിയുന്നു. സ്പോൺസർക്ക് കലൂർ സ്റ്റേഡിയം കൈമാറിയത് 3 പേർ ഒപ്പിട്ട കരാറിന്റെ ബലത്തിലാണ്. GCDA സെക്രട്ടറി, സ്പോൺസർ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ എന്നിവരാണ് ഈ കരാറിൽ ഒപ്പിട്ടത്. സെപ്റ്റംബർ 26-നാണ് രേഖപ്രകാരം സ്റ്റേഡിയം കൈമാറിയത്. കരാറിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശ്യാംകുമാർ ചേരുന്നു. ശ്യാംകുമാർ, മെസ്സിയുടെ പേരിൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം നടത്തുകയും അതുവഴി ഒരു തട്ടിപ്പിനും ശ്രമം നടത്തുകയായിരുന്നു എന്ന സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്യുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ GCDA ഈ നിലയിൽ ഒരു കരാർ സ്പോൺസറുമായി ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ പറയൂ. ദിലീപ് കുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് പുറത്തു വരുന്നത്. അതിൽ അർജന്റീനയുടെ കൊച്ചിയുടെ മത്സരത്തിൽ സ്പോൺസറുമായി ബന്ധമില്ല എന്നുള്ളതായിരുന്നു GCDAയും GCDAയുടെ ഭരണ നേതൃത്വവും വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ GCDAയുടെ സെക്രട്ടറിയും സ്പോൺസറും SKFന്റെ ചീഫ് എഞ്ചിനീയറും കൂടി ഒപ്പിട്ട ഒരു അപൂർണമായ കരാറിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 26-ന് സ്റ്റേഡിയത്തിന്റെ നിയന്ത്രണ ചുമതല ഈ സ്പോൺസർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിൽ അപൂർണമായ ഒരു കരാറിന്റെ അനുബന്ധം എന്ന രീതിയിലാണ് ഈ കടലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റേഡിയത്തിൽ നടക്കുന്ന പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് കരാറിൽ പറയുന്നില്ല. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഏതെങ്കിലും തരത്തിൽ സ്റ്റേഡിയത്തിനുണ്ടാകുന്ന നഷ്ടങ്ങൾ അത് ആർക്കാണ് അതിന് ഉത്തരവാദിത്തം എന്നത് ഇതിൽ പറയുന്നില്ല. പക്ഷേ ഈ 3 പേര് ഉൾപ്പെട്ട ഒരു ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേഡിയത്തിന്റെ നിയന്ത്രണം കൈമാറിയത് എന്നുള്ളത് ഈ രേഖയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും സ്പോൺസറുമായി ബന്ധമില്ല എന്നുള്ള GCDA നേതൃത്വത്തിന്റെ വാദം പൊളിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ രേഖ. ശ്യാംകുമാർ, GCDA നേരത്തെ തന്നെ GCDAയുടെ ചെയർമാൻ K. ചന്ദ്രൻപിള്ള പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഈ സ്റ്റേഡിയം കൈമാറിയതെന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.